ഹായ്, ഞാൻ സുമയ ഇക്ബാൽ. ഞാൻ അൽ-അസ്ഹർ മെഡിക്കൽ കോളേജിലെ ഡയറ്റീഷ്യനാണ്. മെയിൻലി എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വയറ് ചാടാതിരിക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വയറ് വണ്ണം കുറക്കാൻ എന്ത് ചെയ്യണം, അതിനായിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഡയറ്റ് ഉണ്ടോ? ഓഫ് കോഴ്സ് ഇല്ല. മെയിൻലി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരു പാർട്ട് മാത്രമായിട്ട് ഡയറ്റിൽ കൂടെ കുറക്കാൻ പറ്റില്ല. നമുക്കൊരു ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും മൊത്തത്തിലൊരു ബോഡി പ്രൊപ്പോർഷൻ അനുസരിച്ച് മൊത്തത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വയറ് കുറഞ്ഞു വരും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ചും കൂടി ശ്രദ്ധിക്കാന്ന് പറയുന്നത്, കുറച്ചും കൂടി നമുക്ക് ഇപ്പം നമുക്ക് ഫിസിക്കലി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വയറിന് സ്ട്രെച്ച് വരുന്ന രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളും അതൊക്കെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി അത് റെഡിയാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കുറേയൊക്കെ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, ജങ്ക് ഐറ്റംസ്, പിന്നെ നമുക്ക് ഈ ജങ്ക് ഫുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി നമുക്ക് ഫ്രൈഡ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസോ ഇല്ലെങ്കിൽ KFCയോ മാത്രമല്ല, നമ്മൾ എടുക്കുന്ന ഈവൻ റൈസ് ആണെങ്കിലും അത് ബിരിയാണി ആണോ, ഏത് ഫോം ആണെന്നും കൂടി ശ്രദ്ധിക്കാം. ബിരിയാണി ആയിട്ടാണോ കുഴിമന്തി ആയിട്ടാണോ അങ്ങനെയും കൂടി ശ്രദ്ധിക്കാം. മെയിൻലി എടുക്കുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി ആണ്. റൈസ് എടുക്കാം, ഓക്കെ ആണ്, പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക, അത് കുറയ്ക്കുക. കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആഡ് ചെയ്യുക, പ്രോട്ടീൻ കൂടുതൽ ആഡ് ചെയ്യുക. പ്രോട്ടീൻ എടുക്കുമ്പോൾ ചിക്കനൊക്കെ പ്രോട്ടീൻ ആണ്, ഓഫ് കോഴ്സ് പ്രോട്ടീൻ ആണ് എന്ന് വെച്ച് നമുക്കത് ഫ്രൈഡ് രൂപത്തിൽ എടുക്കാണ്ട് മാക്സിമം കറിയാക്കുക. അതിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ എടുക്കുക. ഫ്രൂട്ട്സ് എടുക്കുമ്പോഴത്തേക്കും ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് എടുക്കാണ്ട് മാക്സിമം ഫ്രൂട്ടായിട്ട് എടുക്കുക. അപ്പം ഫൈബർ കൂടുതൽ കിട്ടും. അങ്ങനെ കുറച്ച് ഫൈബർ റിച്ച് ആയിട്ടുള്ളതും പോർഷൻ കൺട്രോളിങ്ങും വർക്കൗട്ടും ഇത് കൂടുതൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വയറ് കുറക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും.